ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ CA ഹരിശങ്കറിനെ പോലെ തന്നെ വ്യത്യസ്തരാണ് ഷാഹിദ് കബീർ എന്ന പ്രതിഭാശാലിയായ എഴുത്തുകാരൻ്റെ പേനത്തുമ്പിൽ നിന്നുടലെടുത്ത മറ്റു പോലീസ് കഥാപാത്രങ്ങളും. മലയാള സിനിമ പോലീസ് സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്തായിരുന്നു CPO ജോസഫും ASI മണിയനും CPO പ്രവീൺ മൈക്കിളും CI ഹരിശങ്കറുമെല്ലാം. ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ സിനിമാറ്റിക് ഗിമ്മിക്കുകൾക്കുമപ്പുറം കാക്കിക്കുള്ളിലെ വൈകാരിക തലങ്ങളെ വേർതിരിച്ച് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. വ്യക്തിജീവിതത്തിലെ സങ്കീർണമായ പല അവസ്ഥകൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ജോസഫും ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം നിഷ്ഠൂരമായ നരനായാട്ടിന് വിധേയനാക്കപ്പെട്ട ASI മണിയനും അതിനേറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഷാഹിദ് കബീറിൻ്റെ മികവുറ്റ രചനകൾ പ്രതിഭാശാലികളായ സംവിധായകരുടെ കയ്യിൽ കിട്ടിയപ്പോഴെല്ലാം മലയാളത്തിൽ ലഭിച്ചത് എക്കാലത്തും അതിഗംഭീരമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സിനിമകളായിരുന്നു. അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി. CA ഹരിശങ്കറായുള്ള കുഞ്ചാക്കോ ബോബൻ്റെ തിരശ്ശീലയിലെ പകർന്നാട്ടം സിനിമയുടെ മാറ്റുകൂട്ടി എന്നു തന്നെ പറയാം. ഇങ്ങനെയും കുഞ്ചാക്കോ ബോബന് അഭിനയിക്കാൻ പറ്റുമോ എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങളെല്ലാം അതേപടി പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങി. സിനിമയുടെ ഓരോ ഘട്ടത്തിലും CA ഹരിശങ്കറിനോടൊപ്പം പ്രേക്ഷകരും ഒരുപോലെ സഞ്ചരിച്ചു. കൂടെ അഭിനയിച്ച മറ്റു താരങ്ങളും പ്രകടനം കൊണ്ട് മികച്ചതാക്കിയപ്പോൾ വ്യത്യസ്തമായൊരു ദൃശ്യാനുഭവം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക്. സംവിധായകൻ ജിത്തു അഷ്റഫ് ഒരു അസാധ്യ ക്രാഫ്റ്റ്മാനാണെന്ന് തൻ്റെ ആദ്യ സിനിമ കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ത്രില്ലർ സിനിമകളെ എക്കാലത്തും ഏറ്റെടുത്തിട്ടുള്ള മലയാളി പ്രേക്ഷകർക്ക് വളരെ പുതുമയാർന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.